ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 24 വെള്ളിയാഴ്ചയാണ്. ഇന്നലത്തെ ആ ഒരു വലിയ റാലിക്ക് ശേഷം ഇന്ന് വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് തിരികെ എത്തുന്നു. ആദ്യം ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ വലിയ ഇടിവിലേക്ക് പോയി. ഏറ്റവും വലിയ ഇടിവിലേക്ക് പോയത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളായിരുന്നു. റസൽ 2000 1.6% ഇടിയുകയുണ്ടായി. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഉയരുകയുണ്ടായി. ഡോളർ ഇൻഡെക്സ് 105 മാർക്കിലേക്ക് തിരികെ എത്തി. UK-യിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഡാറ്റ അവിടുത്തെ ഇലക്ഷൻ ഡേറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നലെ അവിടെ UK മാർക്കറ്റ് ഇടിയുകയുണ്ടായി. എന്നിരുന്നാലും മറ്റ് യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം നേട്ടത്തിൽ തന്നെയായിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും സൂചിപ്പിക്കുന്നത് 50 മുതൽ 55 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് തന്നെയാണ്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതായി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. അതിന് മുന്നേയായി നിങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് കാണാൻ ശ്രമിക്കുക. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ പറയാറുള്ളത്. ഫിനാൻഷ്യൽ ഇയർ 2024 2.11 ലക്ഷം കോടി രൂപയുടെ കൈമാറ്റത്തിന് RBI അംഗീകാരം നൽകി എന്ന വാർത്ത ഇന്നലെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നലത്തെ മാർക്കറ്റിൽ വന്ന റാലിക്ക് വലിയൊരു കാരണവും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് എല്ലാ വാർത്തകളും നമ്മൾ കൃത്യമായി തന്നെ രാവിലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. ആദ്യത്തെ വാർത്ത, HSBC ഫ്ലാഷ് ഇന്ത്യ കോമ്പോസിറ്റ് PMI ഏപ്രിൽ മാസത്തെ ഡാറ്റ പുറത്തു വന്നു. ഫ്ലാഷ് ഇന്ത്യ കോമ്പോസിറ്റ് PMI ഡാറ്റ ഏപ്രിൽ മാസത്തിൽ 61.5 നിന്ന് മെയ് മാസത്തിൽ 61.7 ആയി ഉയർന്നു. 50 എന്ന മാർക്കിന് മുകളിലായി തുടർച്ചയായ 34ാമത്തെ മാസമാണ് ഈ ഡാറ്റ പുറത്തു വരുന്നത്. ഇനി സേവനങ്ങളുടെ PMI 4 മാസത്തെ ഉയർന്ന നിരക്കായ 61.4 ആയി ഉയർന്നു. ഇത് ശക്തമായ വളർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മാനുഫാക്ചറിംഗ് PMI ശക്തമായ വളർച്ച പ്രകടമാക്കിയെങ്കിലും ഏപ്രിൽ 58.8 നിന്ന് 58.4 ആയി കുറഞ്ഞു. ഏതായാലും ഇന്ത്യയുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ വികസിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കുറച്ച് റിസൾട്ടുകളിലേക്ക്. പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 106.1% വർധനമാണ് വന്നിരിക്കുന്നത്. 1894.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 17,825.3 കോടി രൂപയിലാണ്. 26% വർധനവാണ് വന്നിരിക്കുന്നത്. എബിറ്റ 48.7% വർദ്ധിച്ചു. എബിറ്റ മാർജിൻ 24.8%-ലെത്തി. ഹൊനാസ കൺസ്യൂമർ നെറ്റ് പ്രോഫിറ്റായി ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 161.7 കോടി രൂപയാണ്. 30.5% വർധനവാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 21.5% വർധനവ് വന്നിട്ടുണ്ട്. അടുത്തത് ശില്പ മെഡിക്കെയർ ആണ്. പ്രോഫിറ്റിൽ 24.5% വർധനവാണ് വന്നിരിക്കുന്നത്. റവന്യൂവിൽ 10.7% വർധനവാണ് വന്നിരിക്കുന്നത്. മറ്റൊരു ബമ്പർ റിസൾട്ട് കാഴ്ചവെച്ച സ്റ്റോക്ക് ബിക്കാജി ഫുഡ് ഇന്റർനാഷണൽ ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 200.6% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 33% വർധനവും ഉണ്ടായിരിക്കുന്നു. അടുത്തത് HCL ടെക്നോളജീസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കമ്പനി കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി ഗ്രൂപ്പിന്റെ ചില ആസ്തികൾ ഹാവ്ലെറ്റ് പക്കാർഡ് എന്റർപ്രൈസിൽ നിന്ന് $225 മില്യൺ ഏറ്റെടുത്തു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ NTPC, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ബോഷ്, അശോക് ലൈലാൻഡ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഗ്ലെൻമാർക്ക് ഫാർമ, ഏജസ് ലോജിസ്റ്റിക്, ബജാജ് ഹെൽത്ത് കെയർ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, കോഫി ഡേ എന്റർപ്രൈസസ്, ഡോംസ് ഇൻഡസ്ട്രീസ്, ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ്, കർണാടക ബാങ്ക്, മണപ്പുറം ഫിനാൻസ്, നസാറ ടെക്നോളജീസ്, നാരായണ ഹൃദയാലയ, സുസ്ലോൺ എനർജി, ടൊറന്റ് ഫാർമ, യുണൈറ്റഡ് സ്പിരിറ്റ്സ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ക്യാപിറ്റൽ, ബൽറാംപൂർ ചീനി മിൽസ്, ബന്ധൻ ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, ഇന്ത്യ സിമന്റ്സ്, മെട്രോപോളിസ്, നാഷണൽ അലുമിനിയം, പിരാമൽ എന്റർപ്രൈസസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സി എന്റർടൈൻമെന്റ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വാർത്തകളും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഹൈലൈറ്റ് ആയ യൂട്യൂബ് ലൈവ് ഉള്ളത് 10 മണി മുതൽ 3:30 വരെയാണ്. ധാരാളം പേർക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഇപ്പോൾ എങ്ങനെയാണ്, അത് ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണോ, എങ്ങനെയാണ് ഇനി ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ ഉണ്ടായെന്ന് വരാം. എല്ലാ സംശയങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുന്ന ഒരു സെഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇനി ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ ഹൈലൈറ്റ്സിലേക്കാണ് ആദ്യം.
2.11 ലക്ഷം കോടി രൂപയുടെ കൈമാറ്റത്തിന് RBI അംഗീകാരം നൽകിയതും HSBC ഫ്ലാഷ് ഇന്ത്യ കോമ്പോസിറ്റ് PMI ഡാറ്റയ്ക്ക് ശേഷവും സെൻസെക്സ്, നിഫ്റ്റി, മിഡ് ക്യാപ് തുടങ്ങിയവ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. ഇന്നലെ നിഫ്റ്റിയിൽ 50-ൽ 44 സ്റ്റോക്കുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഫിനാൻഷ്യൽ സെക്ടർ തന്നെയാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. നിഫ്റ്റി ബാങ്ക് ഇന്നലെ 2% മുകളിൽ ഉയർന്നു. അദാനി സ്റ്റോക്കുകളെല്ലാം ഗ്രീനിൽ തന്നെയായിരുന്നു. 1% മുതൽ 8% വരെ ഉയർന്നു. HDFC, റിലയൻസ്, ICICI ബാങ്കുകൾ എന്നിവയും നേട്ടത്തിൽ ഉണ്ടായിരുന്നു. നിഫ്റ്റി ഇന്നലെ 22,967-ൽ 369 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ക്രൂഷ്യലായ 23,000 മാർക്ക് പിന്നിടുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കീ മൂവിംഗ് ആവറേജുകൾക്ക് എത്രയോ മുകളിലായിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അത് വലിയൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. കൂടാതെ മൊമെന്റം ഇൻഡിക്കേറ്റർ RSI മിനിഞ്ഞാന്നുണ്ടായിരുന്നത് 59.12 എന്ന നിലയിലായിരുന്നു. ഇന്നലെ അത് 68.23 ഉയർന്നു. ഹവർലി, ഡെയിലി, വീക്ക്ലി മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ പോസിറ്റീവ് ക്രോസ് ഓവർ കാണിക്കുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,800 അപ്സൈഡിൽ 23,100 മുതൽ 23,400 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. ഡെയിലി ക്യാൻഡിൽ ചെറിയ അപ്പർ ലോവർ വീക്കോട് കൂടിയ ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 23,500 സ്ട്രൈക്കിലാണ്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 22,500-ലും അതിനുശേഷം 22,000 ലെവലിലും അതിനുശേഷം 22,700 ലെവലിലുമാണ്. അടുത്ത വീക്കിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,700-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 22,950-ൽ പുട്ട് സൈഡിൽ 1,659,000% വർധനമാണ് കാണുന്നത്. ഒരു വലിയ ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത്. എന്നാൽ കോൾ സൈഡിലേക്ക് വന്നാൽ 688% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഇനി 22,900 സ്ട്രൈക്കിൽ 15,547% ശക്തമായ ബിൽഡപ്പ്, ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് പുട്ട് സൈഡിലുള്ളത്. കോൾ സൈഡിൽ 60% മാത്രം വർധനമാണുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലുണ്ട്. 23,000 സ്ട്രൈക്കിൽ 3,153% വർധനവ് കാണാം. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത് പുട്ട് സൈഡിൽ. കോൾ സൈഡിലേക്ക് വന്നാൽ 144% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലും ഉള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൂടുതലായി ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത്. മാർക്കറ്റിനെ വളരെയേറെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള പുട്ട് സെല്ലേഴ്സ് വളരെ ശക്തമായി തന്നെ നിൽക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായി നിഫ്റ്റിയെ പോലും ഡ്രാഗ് ചെയ്തത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. എന്നാൽ ഇന്നലെ ശക്തമായിട്ടാണ് ബാങ്ക് നിഫ്റ്റി തിരിച്ചു വന്നത്. 48,768-ൽ 986 പോയിന്റ്സ് ഉയർന്ന് ഏകദേശം 2% മുകളിൽ നേട്ടമുണ്ടാക്കിയാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിക്ക് അപ്വേർഡ് സ്ലോപ്പിംഗ് റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് കൂടി ലഭിച്ചിരിക്കുന്നു. ഇന്നലെ ഉണ്ടായ ആ വലിയ റാലിക്ക് ശേഷം ബാങ്ക് നിഫ്റ്റിയും എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഡെയിലി ചാർട്ടിൽ RSI ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. RSI ഇപ്പോൾ ഉള്ളത് 58.71-ലാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 49,330 മുതൽ 49,500 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 48,500 പ്രധാനപ്പെട്ട ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. ഇന്ത്യ വിക്സിലേക്ക് ഇന്നലെ ഇന്ത്യ വിക്സ് ചെറുതായി ഒന്ന് ഇടിഞ്ഞു. 0.41% ഇടിഞ്ഞത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ വിക്സ് വലിയ രീതിയിലാണ് ഷാർപ്പായിട്ടാണ് ഉയർന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ ഒരു ബ്രേക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ കാണാൻ. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യത്തെ സ്റ്റോക്ക് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആയിരുന്നു. ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റോക്ക് തന്നെയായിരുന്നു ഇത്. മെയ് 17-ന് 1077-ലാണ് എൻട്രി എടുക്കുന്നത്. ഇന്നലെ 1424 വരെയാണ് അപ്പായത്. 24.4% നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ നിന്ന് മാത്രം ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് KNR കൺസ്ട്രക്ഷൻ ആയിരുന്നു. മെയ് 21-ന് 254.5-ൽ എൻട്രി എടുത്തു. 278 വരെ അപ്പായി. 8.5% നമുക്ക് സ്റ്റോക്കിൽ നിന്നും പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ക്യാംസ് ആയിരുന്നു. കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ്. മെയ് 6-ന് 3349-ൽ എൻട്രി എടുത്തു. 3636 വരെയാണ് അപ്പായത്. 7.9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് IIFL സെക്യൂരിറ്റീസ് ആയിരുന്നു. മെയ് 21-നാണ് എൻട്രി എടുത്തത്. കേവലം ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് 7.3% പ്രോഫിറ്റായി ലഭിച്ചത്. 186.6-ലാണ് എൻട്രി എടുത്തത്. 201.4 വരെയാണ് അപ്പായത്. അടുത്തത് ജിയോ ഫിനാൻഷ്യൽ സർവീസസ്. മെയ് 15-ന് 358-ൽ എൻട്രി എടുക്കുന്നു. 376 വരെ ഇന്നലെ അപ്പായി. 4.8% പ്രോഫിറ്റായി ലഭിച്ചു.
അടുത്തത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ആയിരുന്നു. മെയ് 22-ന് 369 എൻട്രി എടുത്തു. 388 വരെ അപ്പായി 4.9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. നമ്മൾ പറഞ്ഞ ധാരാളം സ്റ്റോക്കുകൾ വലിയ പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. അതിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് സിർമ SGS ടെക്നോളജി ലിമിറ്റഡ് ആണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 454 രൂപയാണ്. ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 506-ഉം സെക്കൻഡ് ടാർഗറ്റ് 540-ഉമാണ്. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 10 മുതൽ 15% വരെ സ്റ്റോപ്പ് ലോസ് ആയി വെക്കാവുന്നതാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത് ഷെയർ ചെയ്യുന്നത്. സ്വന്തമായ അനാലിസിസിലൂടെ നിങ്ങൾക്ക് ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. ആദ്യം തന്നെ പറയട്ടെ, സർപ്രൈസിംഗ്ലി ഇന്നലെ FIS ബൈയിങ്ങിലേക്ക് വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി FIS സെല്ലിംഗ് കുറച്ചെങ്കിലും ഇത്ര വലിയൊരു ബൈയിങ് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇന്നലെ FIS 4670 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIS ആവട്ടെ 146 കോടി രൂപയ്ക്ക് ബൈ ചെയ്യുകയും ചെയ്തു. US മാർക്കറ്റുകൾ എൻവിദിയയുടെ റിസൾട്ടുകൾക്ക് ശേഷം 9% ഉയർന്നെങ്കിലും US മാർക്കറ്റുകൾക്ക് ഊർജ്ജം പകരാൻ എൻവിദിയയ്ക്കായില്ല. ഇന്നലെ ഡൗ ജോൺസ് 1.53% ഇടിഞ്ഞത്. നാസ്ഡാക്ക് 0.39%, S&P 500 0.74% ഇടിഞ്ഞു. ഇന്നലെ US നിന്നും ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയാണ് പുറത്തു വന്നത്. കുറഞ്ഞ പ്രതിവാര തൊഴിലില്ലായ്മ ക്ലെയിമുകൾ സൂചിപ്പിക്കുന്നത് തൊഴിൽ വിപണി ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ്. കൂടാതെ മെയ് മാസത്തെ സർവീസസ് ആൻഡ് മാനുഫാക്ചറിംഗ് ഡാറ്റ സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങളെ മറികടന്നു. ഈ കാരണങ്ങളാണ് US മാർക്കറ്റുകൾ ഇന്നലെ ഒരു ഇടിവിലേക്ക് പോകാനുള്ള കാരണമായത്. ഈ ഡാറ്റയ്ക്ക് ശേഷം ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഉയരുകയുണ്ടായി. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.48-ലെത്തി. ഡോളർ ഇൻഡെക്സ് 105-ലേക്ക് ഉയർന്നു. ഇന്നലെ അവിടെ വലിയ ഇടിവിലേക്ക് പോയത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളായിരുന്നു. റസൽ 2000 1.6% ഇടിഞ്ഞത്. ഏപ്രിൽ 30-ന് ശേഷമുള്ള ഒരു ബിഗ്ഗസ്റ്റ് ഫോൾ ആയിരുന്നു റസലിൽ കണ്ടത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ആദ്യം ടെക്സൈഡിൽ ഇൻഫോസിസ് 0.75% ഉയർന്നു. വിപ്രോ 0.92% ഉയർന്നത്. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് നേട്ടമുണ്ടാക്കി 1.20%. HDFC ബാങ്കും 1.10% തന്നെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. മേക്ക് മൈ ട്രിപ്പ് വീണ്ടും ഇടിയുകയുണ്ടായി. 4% മുകളിൽ ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിൽ തന്നെയാണ്. ഡൗ ജോൺസ് 0.06% നേട്ടത്തിലും S&P 500, നാസ്ഡാക്ക് എന്നിവ 0.15% നേട്ടത്തിലും റസൽ 2000 0.06% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE മാത്രമാണ് ഇന്നലെ ഇടിഞ്ഞത് 0.37%. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.13% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.16% നേട്ടത്തിലും സ്റ്റോക്ക് 600 0.06% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. എൻവിദിയയുടെ റിസൾട്ടുകൾക്ക് ശേഷം IT സെക്ടർ തന്നെയാണ് ഉണർവ് കണ്ടത്. IT സ്റ്റോക്കുകൾ 1.08% ഉയർന്നു. യൂട്ടിലിറ്റീസ് ആണ് ഇന്നലെ അവിടെ ഇടിവിലേക്ക് പോയത് 2.78%. ഇന്നലെ UK മാർക്കറ്റ് അവിടെ ഇടിയാനുള്ള കാരണത്തിലേക്ക് വരാം. വോട്ടെടുപ്പ് തീയതി സംബന്ധിച്ച മാസങ്ങൾ നീണ്ടുനിന്ന ഊഹാപോഹങ്ങൾക്ക് വിരാമം വിട്ട് ജൂലൈ 4-ന് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് UK പ്രധാനമന്ത്രി ഋഷി സുനകിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം ഇന്നലെ UK മാർക്കറ്റുകൾ ഒരു ഇടിവിലേക്ക് പോകാനുള്ള കാരണമായി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.03% നേട്ടത്തിൽ, CAC 0.12% നേട്ടത്തിൽ, FTSE 0.10% നഷ്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയാണ്. ബാങ്ക് ഓഫ് ജപ്പാന്റെ പണനയ നീക്കങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നിക്ഷേപകർ ജപ്പാനിലെ ഏപ്രിൽ മാസത്തെ പണപ്പെരുപ്പം വിലയിരുത്തി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകൾ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,953.50 എന്ന നിലയിലാണ്. 61 പോയിന്റ്സ് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്കൊരു 50 മുതൽ 55 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.25% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.47% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 1% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.27% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ വ്യാഴാഴ്ച തുടർച്ചയായ 4ാമത്തെ സെഷനിലും ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഇടിയുകയുണ്ടായി. US ക്രൂഡ് ഓയിൽ ഈ ആഴ്ച 3% ഇടിഞ്ഞത്. ബ്രന്റ് ഈ ആഴ്ച മാത്രം 4% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തത്. ഈ വാർത്തകളെല്ലാം മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, BBC തുടങ്ങിയ സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. വീണ്ടും തിങ്കളാഴ്ച കാണാം. ഏവർക്കും നന്ദി.